4 കുട്ടികൾ ഉൾപ്പെടെ 4 മാസത്തിനുള്ളിൽ 14 പേരാണ് പേ വിഷബാധയേറ്റ് മരിച്ചത്. ഓരോ മരണങ്ങളിലും സമഗ്ര പരിശോധന ആരോഗ്യവകുപ്പ് നടത്തും. എന്നാൽ പേ വിഷബാധയ്ക്കുള്ള വാക്സിനിലോ വാക്സിനേഷൻ പ്രക്രിയയിലോ ഒരു സംശയവും വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പിന്റെ അറിയിപ്പ്. പുതിയ ABC കേന്ദ്രങ്ങൾ തുടങ്ങാൻ നിലവിലെ നിയമവ്യവസ്ഥകൾ തടസ്സം എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വാദം. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ ഏൽക്കുന്നത് തുടരുകയാണ്. ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിച്ചത് 3 കുട്ടികൾ. കൊല്ലം കുന്നിക്കോട് ജാസ്മിൻ മൻസിലിൽ നിയ ഫൈസൽ എന്ന 7 വയസ്സുകാരി, പത്തനംതിട്ട പുല്ലാട് സ്വദേശി ഭാഗ്യലക്ഷ്മി വയസ്സ് 13, മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി സിയ ഫാരിസുമാണ് പേവിഷബാധയേറ്റ് ഒരു മാസത്തിനുള്ളിൽ മരിച്ചത്. സംസ്ഥാനത്ത് 2021-ൽ 11 പേരായിരുന്നു പേവിഷബാധയേറ്റ് മരിച്ചത്. 2022-ൽ 27 പേരായി മരണസംഖ്യ ഉയർന്നു. 2023-ൽ 25 പേർ, 2024-ൽ 26 പേർ. ഈ വർഷം ഇതുവരെ 14 പേരാണ് മരിച്ചത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. 5 വർഷത്തിനിടെ പേവിഷബാധയേറ്റ് സംസ്ഥാനത്ത് മരിച്ചത് 102 പേരാണ്. ഇതിൽ വാക്സിൻ എടുത്തിട്ടും ജീവൻ നഷ്ടപ്പെട്ടത് 20 പേർക്കാണ്. മറ്റുള്ളവർ വാക്സിൻ എടുത്തിരുന്നില്ല. പേവിഷ പ്രതിരോധത്തിന് സംസ്ഥാനത്തെ ABC കേന്ദ്രങ്ങൾ 22-ൽ നിന്ന് 35-ലേക്ക് ഉടൻ ഉയർത്താനാണ് നീക്കം. എന്നാൽ പുതിയ ABC കേന്ദ്രങ്ങൾ തുറക്കുന്നതിന് 2023-ലെ കേന്ദ്ര അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ ഉൾപ്പെടെയുള്ള നിലവിലുള്ള നിയമവ്യവസ്ഥകൾ തടസ്സമാകുന്നുവെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വാദം. ഇതിൽ ഭേദഗതി വരുത്തണം, നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ്, അതിൽ ഭേദഗതി വരുത്തണം എന്നത്. അതിനിതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. CCTV, ഇൻസിനറേറ്റർ തുടങ്ങി സംവിധാനങ്ങൾ അടിസ്ഥാന ABC കേന്ദ്രങ്ങളിൽ വേണം. 2000 ABC സർജറികൾ ചെയ്തിട്ടുള്ള ഡോക്ടർമാരെ ആയിരിക്കണം നിയോഗിക്കേണ്ടത്. ആവശ്യത്തിന് നായപിടുത്തക്കാരുമില്ല. സംസ്ഥാനത്ത് ഇതുവരെ ആരംഭിച്ച ABC സെന്ററുകൾ കാര്യമായി പ്രവർത്തിക്കുന്നുണ്ടോ? അത് പ്രവർത്തിക്കുന്നില്ല എന്നത് നിരവധി തവണ മാതൃഭൂമി ന്യൂസ് കണ്ടെത്തി പ്രേക്ഷകരുമായി പങ്കുവച്ചതുമാണ്. അതെങ്കിലും പ്രവർത്തിപ്പിച്ചിട്ട് വേണമല്ലോ പുതിയത് തുടങ്ങാൻ.